KRF അക്കൗണ്ടന്റ് പരീക്ഷയുടെ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കൺഫർമേഷൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ സഹകരണ മേഖലയിൽ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാം സന്തോഷം തരുന്ന ഒരു സിലബസ് തന്നെയാണ്. അതേസമയം നമുക്കൊരു വലിയ തലവേദന കൂടെ തരുന്ന ഒരു ഭാഗം കൂടെ അതിനകത്ത് വന്നിട്ടുണ്ടല്ലേ, 20 മാർക്കിന് വന്നിട്ടുള്ള നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഭാഗം. അപ്പോൾ നിങ്ങൾ ആരും അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്തായാലും നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഇനിയുള്ള ഈ 90 ദിവസം അല്ലേ, ശരിക്കും പറഞ്ഞാൽ 22/2/2024 നമ്മുടെ എക്സാമിനേഷൻ. കൃത്യമായിട്ട് പറഞ്ഞാൽ 89 ദിവസമാണ് നമ്മുടെ മുന്നിൽ ഇനിയുള്ളത്. അപ്പോൾ ഒരു 60 ദിവസം പ്രോഗ്രാം കൊണ്ട് തന്നെ നമുക്കിത് കൃത്യമായിട്ട് 20 മാർക്കിൻ്റെ IT കൂടെ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും ഉറപ്പായിട്ട് ഇതിനകത്ത് റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്നത്. കാര്യം JSCയിലും കേരള ബാങ്കിലൊക്കെ ഉണ്ടായിരുന്ന പോലൊരു സിലബസ് അല്ല ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഈ മേഖല എല്ലാം നിങ്ങൾക്ക് സുപരിചിതമാണ്. ഇവിടെ ഈ മേഖലയെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് റിവിഷനാണ്, സ്ട്രോങ് റിവിഷനാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ JSCI കഴിഞ്ഞതിന് ശേഷം കേരള ബാങ്കിൽ തന്ന പോലെ സ്ട്രോങ് റിവിഷൻസും അതുപോലെ മോഡൽ എക്സാമിനേഷൻസും കൊണ്ട് തന്നെ ഇത് നമുക്കിപ്പോൾ നിലവിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ച് പച്ചവെള്ളമാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ പ്ലാനാണ് നമ്മൾ ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. അതിനോടൊപ്പം വരുന്നത് നമുക്ക് 20 മാർക്കിൻ്റെ ഏരിയ ആണ് കേട്ടോ. 20 മാർക്കിൻ്റെ ഏരിയ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. മറ്റടുത്ത് നമ്മുടെ ഭാഗ്യം എന്ന് പറയുമ്പോൾ വലിയൊരു വാക്കുകൊണ്ട് പോലും വലിയ വ്യത്യാസങ്ങളൊന്നും ഈ നമ്മുടെ ബാക്കിയുള്ള മേഖലയിൽ സിലബസിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ മോഡൽ 20 കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ആൻഡ് ഇൻഫർമാറ്റിക്സ് ആണ്. അതാണ് പ്രധാനമായിട്ട് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വ്യത്യാസം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും എൻറ്റയർ സിലബസ് നമുക്ക് കൃത്യമായിട്ട് കവർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടന്റ് പരീക്ഷകളിലും അതുപോലെ DCA ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ പരീക്ഷകളും കോമൺ ആയിട്ട് വരുന്ന സിലബസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഈ പേരുകളൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഭാഗം കാണാൻ നമുക്ക് വലിയ കുഴപ്പമില്ലേ, ഹാർഡ്വെയർ കമ്പോണൻസ് നമ്മൾ ഒരു വിധമൊക്കെ പഠിച്ചാലും പക്ഷേ ആ ക്ലാസ്സുകൾ പോരാ. കാരണം എന്താ, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ലാപ്ടോപ്പ്, നോട്ട്ബുക്ക്, PDA അങ്ങനെയുള്ള പുതിയ അതായത് ന്യൂജൻ സാധനങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ഏരിയ നമുക്കത് കുറച്ചുകൂടെ നിങ്ങൾ കവർ ചെയ്ത ഏരിയ ആണ്. പക്ഷെ നമുക്ക് ഈ സോഫ്റ്റ്വെയർ കൺസെപ്റ്റുകൾ വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തേക്ക് എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അല്ലേ. ടൈപ്സ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഹെക്സാ ഡെസിമൽ സിസ്റ്റവും ബൈനറി സിസ്റ്റവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതുപോലെ കമ്പ്യൂട്ടർ കോഡിംഗ് സിസ്റ്റംസും നമ്മൾ എന്ത് ചെയ്തില്ല, കവർ ചെയ്തിട്ടില്ല. 2 മാർക്കാണ് ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്നത്. അതിൽ ഓഫീസ് ഓട്ടോമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് എന്തൊക്കെയാണ്, നമ്മുടെ വേർഡ്, എക്സൽ, പവർ പോയിന്റ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. അതായത് നമ്മുടെ MS ഓഫീസിൽ ഒരു ഓഫീസിൽ നമ്മൾ നിരന്തരം ഉപയോഗിച്ചിട്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലേ. അപ്പോൾ അതിനകത്ത് MS ഓഫീസ് അതുപോലെ MS എക്സൽ വർക്ക്ഷീറ്റ് ഇതിനകത്ത് 20 മാർക്കേ ഉള്ളെന്നുണ്ടെങ്കിലും കുറച്ചധികം ടോപ്പിക്ക് നമുക്ക് വരും കേട്ടോ. നിങ്ങളത് ഒട്ടും ലൈറ്റായിട്ട് കാണരുത്. 1-2 ചോദ്യങ്ങൾ, 2 ചോദ്യങ്ങളാണ് ഓരോ ടോപ്പിക്കിൽ നിന്ന് ഓരോ ഭാഗത്ത് വരുന്നെങ്കിൽ കുറച്ചധികം പഠിക്കാനുണ്ട്. പക്ഷേ വളരെ കൃത്യമായിട്ട് എടുത്ത് തീർക്കാൻ പറ്റുന്ന സിലബസും കൃത്യമായിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ഭാഗത്ത് വരൂ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുമ്പോൾ. അതുപോലെ പവർ പോയിന്റ് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഓഫീസിലോട്ട് പോകുമ്പോഴത്തേക്കും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ MS ഓഫീസിനെ കുറിച്ചും എക്സലിനെ കുറിച്ചും പവർ പോയിന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. കാരണം ഇനിയുള്ള പുതിയൊരു ഓഫീസിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരാൾ കടന്നു ചെല്ലാതെ വളരെ എന്താ പറയുക, ഒരു സുഖമില്ലാത്ത ഏർപ്പാടാണ്. ഓക്കെ, അതുപോലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, അപ്പോൾ അതിനകത്ത് OOP കൺസെപ്റ്റുകൾ വരുന്നുണ്ട്. അതുപോലെ പ്രോഗ്രാമിംഗ് പാരഡിം, ഈ പേരൊന്നും കേട്ട് നിങ്ങൾ ഞെട്ടണ്ട കേട്ടോ. ഇതെല്ലാം മോസ്റ്റ് സിംപ്ലിഫൈഡ് നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും. നിങ്ങൾ ഈ പറയാനുള്ളത് നിങ്ങൾ പേര് കണ്ട് പേടിക്കേണ്ട എന്നുള്ളതാണ് കേട്ടോ. ആദ്യമായിട്ട് കാണുമ്പോഴത്തേക്ക് നമ്മൾ അത്രയും കാര്യങ്ങൾ ചിലപ്പോൾ, അതുപോലെ C++ ബേസിക്സ് അല്ലേ, നിങ്ങൾ DCA പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ കാര്യത്തെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാവും, നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ നോട്ട് ഉണ്ടാവും. അതുപോലെ വിഷ്വൽ ബേസിക്സ് .NET, അതുപോലെ VB.NET ലാംഗ്വേജ്, പിന്നെ ഡാറ്റാബേസ് DBMS വരുന്നുണ്ട്. അതുപോലെ ഡാറ്റാബേസ് ക്വയറി കമാൻഡ്സ്, ഇതെല്ലാം 2 മാർക്ക് 1 മാർക്ക് അങ്ങനെ വന്നിരിക്കുന്നത്. അതുപോലെ വെബ് ഡിസൈനിങ് അതിൻ്റെ ബേസിക്സ്, ഹിസ്റ്ററി, വർക്കിംഗ്, വെബ് ബ്രൗസേഴ്സ്, ഫംഗ്ഷൻസ്, കൺസെപ്റ്റ് ഓഫ് സെർച്ച് എഞ്ചിൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, HTTP അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഉടൻ തന്നെ ഈ ക്ലാസ് നമുക്ക് നെക്സ്റ്റ് വീക്കോടുകൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ സഹകാരി സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ ഒരു കോഴ്സിന് നമ്മളൊരു ചെറിയ ഫീസ് മാത്രമേ നിർണ്ണയിക്കുന്നുള്ളൂ. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു 20 മാർക്കിൻ്റെ IT-യിലാണ് കൂടുതൽ വർക്ക് ആവശ്യമായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ബാക്കി ലൈവിൻ്റെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ സഹകാരി സ്റ്റുഡൻസിന് വളരെ ചെറിയൊരു എമൗണ്ടിനായിരിക്കും നമുക്ക് എന്തായാലും ഒരു കോഴ്സ് വരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യേണ്ടത് എത്ര മാത്രം, നിലവിൽ കോഴ്സിലുള്ള ആൾക്കാരാണെങ്കിലും അല്ലാത്ത ആൾക്കാരാണെങ്കിലും നമുക്ക് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാം. ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി എൻ്റെ നമ്പർ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, 9497742944 എന്ന നമ്പർ. ആ നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പ് മെസ്സേജ് അയക്കുക. നിങ്ങളുടെ പേരും സ്ഥലവും നോക്കുന്ന കോഴ്സർ വാട്സാപ്പ് മെസ്സേജ് അയക്കുക. എന്തായാലും കൂടുതൽ കാര്യങ്ങളെല്ലാം നമുക്ക് ഗൂഗിൾ മീറ്റിലൂടെ നേരിട്ട് സംവദിക്കാം. ഞാൻ ഉണ്ടാവും ഗൂഗിൾ മീറ്റിൽ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ആഴ്ച തന്നെ നേരിട്ട് കാണാം. ഈ ഒരു നമ്മുടെ 80 മാർക്കിൻ്റെ ഭാഗത്തിൻ്റെ റിവിഷനും എക്സാമിനേഷൻസും അതോടൊപ്പം ഈ ഒരു 20 മാർക്കിൻ്റെ ഭാഗത്തുള്ള എക്സ്ട്രാ ക്ലാസ്സുകൾ ഉൾപ്പെടെ നമുക്കിതൊരു സൂപ്പർ പ്രോഗ്രാം ആക്കി എടുക്കാം. കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് ഗൂഗിൾ മീറ്റിൽ നേരിട്ട് സംവദിക്കാം. നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് ചെയ്യാം.